ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ട്രസ്റ്റഡ് കമ്പനിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നോൺ വെജ് വിഭവം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനെ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ വിഭവം തീർച്ചയായിട്ടും വെജിറ്റേറിയൻസിന് പറ്റുന്നതായിരിക്കും. പക്ഷേ നോൺ വെജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിക്കനാണ്. മത്സ്യം ഇഷ്ടമാണ് എങ്കിൽ പോലും കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ് മലയാളിക്ക്. അപ്പോൾ കോഴി ഏത് രൂപത്തിൽ കഴിച്ചാലും ഇഷ്ടമാണ്. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പൊരട്ട സ്റ്റൈലാണെങ്കിലും വറക്കിയെടുത്താലും നാടൻ രീതിയിലാണെങ്കിലും ചൈനീസ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചിക്കൻ ആണെങ്കിൽ ഒന്ന് നോക്കാം എന്നുള്ളൊരു രീതിയാണ് നമ്മൾക്കെല്ലാം തന്നെ. അപ്പോൾ ചിക്കൻ കൊണ്ട് എത്ര തരം വിഭവങ്ങൾ മാജിക് ആൻഡിലൂടെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയും വേണ്ടേ പുതിയ പുതിയ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് വീണ്ടും ഒരു ചിക്കൻ വിഭവം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ റോസ്റ്റ് അല്ല, ശരിക്കും റോസ്റ്റിൻ്റെ ആ ഒരു രീതിയല്ല, എങ്കിലും പുരണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ്റെ വിഭവം. അപ്പോൾ ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ് ഇത് വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സ്വാദുള്ളൊരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 25 കഷ്ണങ്ങളായി മുറിച്ചത്, പിരിയൻ മുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 6 വലുത് അല്ലെങ്കിൽ 8 ചെറുതായി നുറുക്കിയത്, ക്രഷ് റെഡ് ചില്ലി ഫ്ലേക്സ് അഥവാ വറ്റൽമുളക് തരിതരിപ്പായി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം 2ആയി പിളർന്നത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 4 തണ്ട്. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം റെഡിയാണ്. ഇനി ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊരു 1.5 കിലോ വലിപ്പത്തിലുള്ളൊരു കോഴിയാണ്. അപ്പോൾ ഒരു ഇടത്തരം സൈസിലെ കോഴി 25 പീസസ് ആയിട്ട് മുറിച്ച് 25 കഷ്ണങ്ങൾ. അതിലേക്ക് പിന്നെ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല നിറം ഉണ്ടാകും, നല്ല കൊഴുപ്പുണ്ടാകും. പിന്നെ എന്താ പറയുക, വലിയ എരിവൊന്നും ഉണ്ടാകില്ല. പിന്നെ നമ്മൾക്കിത് എരിവ് വേണം എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ അളവ് പറഞ്ഞിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അതിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്താലും മതിയാകും. എന്നാലും ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാശ്മീരി ചില്ലി പൗഡർ അഥവാ പിരിയൻ മുളകിൻ്റെ പൊടി വെച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ചിക്കൻ വേവിക്കുന്നതിന് മുന്നേ ഒരു വലിയ സ്പൂൺ, ദാറ്റ് ഈസ് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്. ഒരു 3 ടീസ്പൂൺ ചേർന്ന് വരുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അങ്ങനെ ഒരു കണക്ക്. അപ്പോൾ ടീസ്പൂണിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 3 ടീസ്പൂൺ. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കനിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ്, വേണമെങ്കിൽ ഉപ്പ് നമുക്ക് വീണ്ടും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ചേറെ കറിവേപ്പില എടുക്കാം, ധാരാളമായിട്ട് അങ്ങനെ മുറിച്ചിടാം. തണ്ടോടുകൂടി തന്നെ ഇത് കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. ചിക്കൻ്റെ പീസസിലേക്ക് ഈ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ. ഇനി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത കോഴിയുടെ കഷ്ണങ്ങൾ, ചിക്കൻ പീസസ്. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളമാണിത്. അതിൻ്റെ ആ ഒരു എല്ലാം കൂടി ചേർത്ത് കുക്കറിൽ ഇട്ടു. ഇനി കുക്കർ ഒന്ന് അടച്ച് ഒന്ന് വേവിക്കണം. ചിക്കൻ്റെ പീസസും ചിക്കൻ ഇത് വേറെ ഒന്നുമില്ല, ചിക്കനും പിന്നെന്താണ് കറിവേപ്പില, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പിരിയൻ മുളകിൻ്റെ പൊടി എന്നാണ് അതിൻ്റെ മലയാളം പേര്. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുന്നു. അതിനകത്ത് അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുന്നു. ഇനി ശ്രദ്ധിച്ച് ഈ ചിക്കൻ്റെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ഇത് കുക്കറിലാണ്, ബ്രോയിലർ ചിക്കനാണ്. ഒരു ശകലം നമ്മളുടെ ശ്രദ്ധ തെറ്റിയാൽ ഇത് പായസം പോലെ രണ്ട് കലങ്ങിപ്പോകും. അപ്പോൾ ഒരു വിസിൽ കേൾക്കുന്ന അത്രയും സമയം, ഹാർഡ്ലി അത്രയും സമയം കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതേസമയം നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചെയ്തു തുടങ്ങാം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചൂട് കെട്ടിയുള്ള ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞു. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ, സാധാരണ ഏത് തരം എണ്ണയാകാം, പക്ഷേ ഇതൊരു നാടനായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ പോവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. 2 മുതൽ 3. അതിലേക്ക് ആദ്യം എന്താ ചേർക്കുന്നത്,
ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. അതിൽ വേറെ വലിയ മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഗരം മസാല ചേർക്കുന്നേ ഇല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിൽ നമ്മൾ സവാളയും ചേർക്കാൻ പോകില്ല. സവാള ഇല്ലാത്തൊരു ചിക്കനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ്. വെളുത്തുള്ളി ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എടുക്കുക, എന്നിട്ട് അത് ചതച്ചെടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. ഇനി ഇതിലേക്ക് നമ്മളൊരു 4-5 പച്ചമുളക് 2ആയി പിളർന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ചില എരിവൊക്കെ ഉള്ള നല്ല ചുമന്ന നിറത്തിലൊരു മസാലയായിരിക്കും. ഇപ്പോൾ ഇത് ചതച്ച ഫോമിലാണ്, അല്ലെങ്കിൽ അത് പേസ്റ്റ്, ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത്, ഓരോ ടേബിൾ സ്പൂൺ. ഒരു 4-5 പച്ചമുളക് 2ആയി പിളർന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിനകത്ത് കുറേ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ അകത്ത്, എങ്കിലും വീണ്ടും കുറച്ച് കറിവേപ്പില ഇതിലും കൂടി ചേർക്കാം. കുറച്ച് കൂടുതൽ നാടൻ മണമൊക്കെ വരട്ടെ. വെളിച്ചെണ്ണയും കറിവേപ്പിലയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒക്കെ ഒരു കളറെല്ലാം മാറുന്നൊരു പാകമായി കഴിഞ്ഞു. ഇളം ബ്രൗൺ കളറായി തുടങ്ങുന്നു. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കൂടി ചേർക്കാം. 6 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു. വിസിൽ വരാറായിരിക്കുവാണ് നമ്മളുടെ ചിക്കൻ. അതിനെ നമ്മൾ മറന്നു പോകണ്ട. ഒരു വിസിൽ വരാൻ തുടങ്ങിയാൽ മതി, അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ടൊമാറ്റോയും കൂടി ഇതിനോടൊപ്പം കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് എണ്ണ തെളിയുന്നൊരു പാകമാണ്. അതുവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മാത്രം മതി. ഒരു സൈഡിൽ കിടക്കട്ടെ. വിസിൽ വന്നു കഴിഞ്ഞു, ഞാൻ തീ ഓഫ് ചെയ്തു. വിസിൽ വരാൻ മാത്രം വെയിറ്റ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ ആവി ഒന്ന് പോട്ടെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞൊരു പാകവും. ഇപ്പോൾ നമ്മളുടെ ടൊമാറ്റോ പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു. എല്ലാം കൂടി ഒരു കുഴഞ്ഞ പാകമായി കഴിഞ്ഞു. പച്ചമുളക് ഒരു 5 പച്ചമുളക് 2ആയി പിളർന്നത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, നല്ല കുഴഞ്ഞ പാകമായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കണം. അതായത് 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് അളവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ബാക്കി 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ടൊമാറ്റോയുടെ ഈ ഒരു മസാല പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ ആക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, സവാളയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ടൊമാറ്റോ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ചേരുവ. ഞാൻ മുളക് പൊടിയിലൊരു പച്ച ചുവ മാറണം, ആ പച്ച മണവും മാറണം. ഇതിനോടൊപ്പം നമ്മൾക്ക് ഇത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ്, പച്ചമുളകിൻ്റെ തരി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഉണ്ടെങ്കിൽ ചേർക്കാം. ഒരു ഭംഗിയുമാണ്, കുറച്ച് സ്വാദുമാണ്. പിന്നെ ഇച്ചിരി കൂടെ ഒരു എരിവും കിട്ടും. ഇപ്പോൾ നമ്മളുടെ മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല കുഴഞ്ഞ പാകത്തിൽ എണ്ണ തെളിയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, എണ്ണ, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളെ ഇതിൽ ചേർന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് വറ്റൽമുളകിൻ്റെ തരി. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് കുക്കറിൽ നിന്നും അതുപോലെ എടുത്ത് ചേർക്കാം. അതിൻ്റെ ചാറോട് കൂടി, ചാറൊന്നും കളയരുത്, കാര്യം ചിക്കൻ്റെ സത്താണത്, സ്റ്റോക്കാണ്. അതിൽ മുളക് പൊടി ഇതിലുമുണ്ട്, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഉപ്പ് നമ്മൾ വേറെ ചേർത്തിട്ടില്ല, ചിക്കനിൽ ചേർത്ത ഉപ്പ് മാത്രമുള്ളത് മതിയാകില്ല, കുറച്ചുകൂടി വേണ്ടി വരും. അത് നമുക്ക് രണ്ടാമത് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം, കുറച്ചുകൂടി വേണ്ടി വരും. നന്നായിട്ടൊന്ന് വെന്ത് കുഴയട്ടെ. അപ്പോൾ ഈ എന്താ പറയുക, പുളിരസം, ഈ ടൊമാറ്റോയിലുള്ള ആ പുളി, അത് നമ്മുടെ ചിക്കൻ്റെ പീസസിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആ ഒരു പുളി കുറഞ്ഞു കിട്ടും. ഇപ്പോൾ വെറുതെ ടൊമാറ്റോയുടെ ഒരു മസാലയും ചിക്കനായിട്ടും അല്ലേ ഇരിക്കുന്നത്, അതുപോലെ അത് ഇതിൽ ചിക്കൻ്റെ പീസസ് പിടിക്കണം. അതിനുള്ള സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ടൊമാറ്റോയുടെ സ്വാദൊക്കെ പിടിച്ച മസാലയൊക്കെ പുരണ്ട് ഇരിക്കുന്നൊരു പാകമായി കിട്ടും. അങ്ങനെ നമ്മളുടെ
ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തീ അല്പം കുറച്ചിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് റോസ്റ്റായി വരികയാണ്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ രീതിയിൽ ഇത്രയും അരപ്പോട് കൂടി കിട്ടില്ലേ. ഇനി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അല്പനേരം കൂടി അടുപ്പിലിട്ടുന്നാൽ മതിയാവും. ഏകദേശം ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇച്ചിരി കൂടെ ചേർത്താലോ. കുറച്ചുകൂടി കറിവേപ്പില എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം കറിക്ക് സ്വാദാണ്, കാണാനും ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയും പിന്നെന്താ പറയുക രുചിയും, ഇപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള ചിക്കനാണ്. മാത്രമല്ല ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം, വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രം വാങ്ങിയാൽ മതി. ടൊമാറ്റോയും മുളക് പൊടിയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് നല്ല പത്തിരി, പിന്നെ എന്താ പറയുക നല്ല കള്ളപ്പം അല്ലെങ്കിൽ ആപ്പം, ഇടിയപ്പം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിച്ചാൽ ഒറട്ടി ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. എന്തായാലും നല്ല കളർഫുള്ളാണ്, നല്ല ചുമന്ന കളറാണ്. കാര്യം നമ്മൾ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.